ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 21 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വശം 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അവിടെ ആംഗിൾസ് 14ഉം 16ഉം ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഒരു ആംഗിൾ കണ്ടെത്താനുമുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ആംഗിൾ കണ്ടെത്തണം. അതെങ്ങനെയാണ് കണ്ടെത്തുക? ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുക, ദ സം ഓഫ് ഓൾ ആംഗിൾസ് ഇൻ എ triangle is 180 degree. അപ്പോൾ ഈ ആംഗിൾ എത്രയെന്ന് കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തുക? വേണമെങ്കിൽ നമുക്കിതിന് പേര് കൊടുക്കാം. അങ്ങനെ ABC എന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പേര് കൊടുത്തില്ലെങ്കിലും ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. ഇതിൽ നമുക്ക് ആംഗിൾ A തന്നിട്ടുണ്ട്. എത്രയാണ്? 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ C തന്നിട്ടുണ്ട്. എത്രയാണ്? 60 ഡിഗ്രി. ഇനി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ B ആണ്. നമുക്ക് ആംഗിൾ B എങ്ങനെ കണ്ടെത്തുക? ഈ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 180 ആംഗിൾ B കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 180 ഡിഗ്രിയിൽ നിന്ന് മൈനസ് എത്ര ചെയ്യണം? 60 പ്ലസ് 40 കൂട്ടിയത് മൈനസ് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുക? 180 ഡിഗ്രി മൈനസ് 60ഉം 40ഉം എത്രയാണ്? 100 ഡിഗ്രിയാണ് വരിക. അത് കുറച്ചാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 180ൽ നിന്ന് 100 കുറച്ചാൽ നമുക്ക് ബാക്കി 80 കിട്ടും. അപ്പോൾ ആംഗിൾ B എത്രയാണ് കിട്ടുക? 80 ഡിഗ്രി. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആ പിക്ചർ എങ്ങനെയാണ് വരയ്ക്കാമെന്ന് നോക്കാം. നമുക്ക് 3 ആംഗിൾസ് കിട്ടി, ഒരു വശത്തിൻ്റെ ഇതും കിട്ടി അല്ലേ. പിന്നെ ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 60, ഇവിടെ 40, ഇവിടെ എത്ര നമുക്ക് കിട്ടിയത്? 80 ഡിഗ്രി. ഇതെങ്ങനെയാണ് വരയ്ക്കുക എന്ന് വെച്ചാൽ, ആദ്യം പെൻസിലും അതുപോലെ സ്കെയിലും എടുത്തിട്ട് നമ്മളൊരു ഇവിടെ 5 സെൻറ്റിമീറ്ററിനല്ലേ തന്നത്. അപ്പോൾ നമ്മൾ 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. 0 to 5 ആണ് എടുക്കുക കേട്ടോ, അല്ലാതെ 1 to 5 എടുക്കരുത്. 0 മുതൽ 5 വരെ എടുക്കണം. 0 മുതൽ 5 വരെ എടുത്തിട്ട് നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുക. നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇതിൽ തന്നിട്ടുള്ള ആംഗിൾസ് എല്ലാം മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടറിൽ അപ്പോൾ ഈ പോയിന്റിൽ കൊണ്ടുപോയിട്ട്, ഇവിടെ 40 ഡിഗ്രി അല്ല, ഈ പോയിന്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വെക്കുക. കറക്റ്റായിട്ട് വെക്കുക ലൈനിന്. പ്രൊട്രാക്ടറിൻ്റെ ഈ ലൈനും നമ്മൾ വരച്ച ലൈനും കറക്റ്റായിട്ട് വെച്ചിട്ട് 40 ഡിഗ്രി മാർക്ക് ചെയ്ത് ഇത് 40 ഡിഗ്രി, ഈ 40 ഡിഗ്രിയാണ് എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള 40 ഡിഗ്രിയാണ് എടുക്കുക. ഓക്കെ, ഇത് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഈ പോയിൻറ്റും കൂടി കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, ശേഷം ഇവിടെ എത്രയാണ്? 80 ഡിഗ്രി അല്ലേ. അപ്പോൾ നമ്മളിവിടെ വെക്കുക. 80 ഡിഗ്രി എവിടെ വരുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള 80 ഡിഗ്രിയാണ് കേട്ടോ എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള 80 ഡിഗ്രി, ഇവിടെ നിന്നുള്ള 80 ഡിഗ്രിയുടെ ഇവിടെയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. അങ്ങനെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട്
സ്കെയിൽ എടുക്കുക. ഈ പോയിൻറ്റും കൂടി ജോയിൻ ചെയ്യാം. എങ്ങനെ ജോയിൻ ചെയ്യാം? ഓക്കെ, ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് കൂട്ടിമുട്ടി കണ്ടില്ലേ, ട്രയാങ്കിളാണ്. നമ്മൾ ഈ ലൈന് ഒന്നുകൂടി സ്ട്രൈറ്റ് ആയിട്ട് നീട്ടി വെച്ചത് മുട്ടിക്കാം. ഇത് എക്സസ് ആയിട്ടുള്ളതാണ്, ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് നമ്മൾ മായ്ച്ച് കളയാം. നമുക്കിതാ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ. നമുക്ക് വേണേൽ ഇവിടെ നമ്മൾ എത്ര എടുത്തത് 40 ഡിഗ്രി, ഇവിടെ നമ്മൾ എത്ര എടുത്ത് 80 ഡിഗ്രി, ഇവിടെ എത്രയാണ് കിട്ടിയതിന്? ഇത് 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. നമുക്കത് 60 ഡിഗ്രി തന്നെ ആണോ എന്ന് നോക്കാം. പോയിൻറ്റിൽ ഇങ്ങനെ വെച്ച് നോക്കാം. അല്ലേ, കണ്ടോ 0, 10, 20, 30, 40, 50 കണ്ടോ 60 ഡിഗ്രി കറക്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഫിഗർ വരച്ചത് കറക്റ്റാണ്. അത് ഇതിനുള്ള മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്തിടാം. ഓക്കെ, താങ്ക് യു.